ശബ്ദങ്ങളുണ്ട്. നമ്മൾ എത്രയൊക്കെ നിശബ്ദമാകാൻ നോക്കിയാലും ഈ ശബ്ദമൊന്നും നിർത്താൻ പറ്റത്തില്ല. പക്ഷേ ഈ ശബ്ദത്തെ അനുഭവത്തിൽ കൂടി കടന്നു പോകാൻ പറ്റും. അനുഭവത്തിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗത്തൂടെ നിശബ്ദതയെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് വെറുതെ ഒരു സമയത്തിരുന്ന് കുത്തിയിരുന്നിട്ട് നടക്കണില്ലെന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോയാൽ പറ്റത്തില്ല. കാലാകാലങ്ങളായിട്ട് വർഷങ്ങളോളം നിരന്തരമായിട്ടുള്ള ജാഗ്രത സത്യസന്ധതയിൽ തുടർന്ന് കൊണ്ടുപോയാൽ നിരന്തരമായിട്ടുള്ള വർഷങ്ങളായിട്ട്, മനസ്സിലായ, എത്ര വർഷം വേണേലും എടുത്തോട്ടെ, എന്നുവെച്ചാൽ നമ്മളെ വൃത്തിയാക്കുന്നതിൽ എത്ര വർഷം എടുത്തോട്ടെ, നമ്മളെ വൃത്തിയാക്കുന്ന പ്രവർത്തനത്തിലൂടെ തുടരുമ്പോൾ നമ്മൾക്ക് സാധ്യമാകുന്ന ഒന്നാണ് മൗനവുമായിട്ടുള്ള ബന്ധം. അത് യാദൃശ്ചികമല്ല, വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ അനന്തരഫലമാണ്. യാദൃശ്ചികമായിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. കിട്ടിയാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുമില്ല. ജീവിതത്തിൽ യാദൃശ്ചികമായിട്ട് ഒന്നും സംഭവിക്കണ്ട, മനസ്സിലായി. ഒരിക്കലും നമുക്ക് പെട്ടെന്നൊരു കാര്യം ഉണ്ടായി, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് അപകടമാണ്. നമുക്ക് എല്ലാം വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് ഒരു ശാരീരികമായിട്ടുള്ള വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗം ഇങ്ങനെ ആയതുകൊണ്ട് ആണ് അതിൻ്റെ അനുഭവത്തിൽ തുടരുന്നത്. അവിടെ കൃത്യത അനിവാര്യമാണ്. ആ കൃത്യതയിൽ തുടരുമ്പോൾ സാവകാശം തെളിച്ചം ഇങ്ങനെ ഉണ്ടായി വരും. കൃത്യമായിട്ട് കർമ്മം ധർമ്മത്തിൽ വെച്ചാൽ കർമ്മം ശരീരത്തിൻ്റെ ഫോർമേഷൻ ഇൻഫോർമേഷൻ ആക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മളുടെ അറിവ്. നമ്മളുടെ അറിവ് നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. അവിടെ നമ്മൾ തുടരുമ്പോൾ തനിയെ തെളിഞ്ഞു വരും നമ്മുടെ അറിവെന്താണ്. നമ്മുടെ അറിവ് ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യുന്ന അറിവല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങളറിയാം. ചന്ദ്രനിൽ എന്ത് സംഭവിക്കുന്നു, ശുക്രനിൽ എന്ത് സംഭവിക്കുന്നു, അയൽവാസിയിൽ എന്ത് സംഭവിക്കുന്നു. പക്ഷേ നമ്മളിൽ എന്ത് സംഭവിക്കുന്നു അറിഞ്ഞില്ലെങ്കിൽ ഈ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെന്ത് സംഭവിക്കുന്നു, എൻ്റെ ഭർത്താവിൽ എന്ത് സംഭവിക്കുന്നു, എൻ്റെ ഭാര്യയിൽ എന്ത് സംഭവിക്കുന്നു, ഒരു കാര്യമില്ല. എന്നിലെന്ത് സംഭവിക്കുന്നു എന്നറിഞ്ഞാൽ അതിൽ കാര്യമുണ്ട്, അതിൽ കഥയുണ്ട്, ആ കഥ കൊണ്ട് നമ്മുടെ ജീവിതമുണ്ട്. അപ്പോൾ എന്നിലെന്ത് മാറ്റം ഉണ്ടാകുന്നു? കാരണം എന്നിലെന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നിധി. എത്ര കോടിക്കണക്കിന് രൂപ കിട്ടിയാലും ഇത് വെച്ച് മാറത്തില്ല, അനുഭവിക്കുന്നവൻ വെച്ച് മാറത്തില്ല. നമ്മൾ വഞ്ചനയും ചതിയൊക്കെ നടത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അവനവനെ റിയലൈസ് ചെയ്ത് ആരെയും ചതിക്കത്തില്ല, വഞ്ചിക്കത്തില്ല. ഒരു നുണ പറയത്തില്ല, പറയാൻ പറ്റത്തില്ല. ഓരോ നുണ പറയുമ്പോഴും നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രായപൂർത്തിയായി നമുക്ക് മെച്യൂരിറ്റിയൊക്കെ കിട്ടി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ശൈശവം എന്താണെന്ന് നമ്മൾ അറിയുന്നത്, വാർദ്ധക്യമല്ല അറിയുന്നത്. ഒരു വ്യക്തി ഒരു 10, 40, 50 വയസ്സൊക്കെ ആകുമ്പോൾ ശൈശവം എന്താണെന്നറിയും. വാർദ്ധക്യം അറിയുന്ന ഭാഗം വേണ്ട, ശൈശവം അറിയുന്ന ഭാഗം അപ്പോഴാണ് ശൈശവം എന്ന് പറയുന്ന ആ ഒരു ദിവ്യമായിട്ടുള്ള അനുഭവത്തെ തെളിച്ചു കൊണ്ടുവരുന്നത്. ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കിട്ടിയേക്കാം. ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് മിക്കവർക്കും കിട്ടാനുള്ള സാധ്യത ശൈശവത്തെ അറിയാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സമൂഹത്തിൻ്റെ ഡിമാൻഡ് ഭയങ്കരമാണ്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി മറ്റുള്ളവർക്ക് ചില സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള ജീവിതം എന്താണെന്ന് അറിയാനുള്ള അവസരങ്ങൾ കിട്ടത്തുള്ളൂ. ശൈശവത്തെ അറിയുന്നിടത്താണ് ഒരു വ്യക്തിയുടെ ജീവിതം ആരംഭിക്കുന്നത്. എപ്പോൾ ശൈശവത്തെ അറിയാൻ സാധിക്കും? ശൈശവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടുകാരോടുള്ള കടപ്പാട് വീട്ടണം. അവരെന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് പോയാൽ മാത്രമേ നമുക്ക് ശൈശവം എന്താണെന്ന് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ സാമൂഹ്യ കെട്ടുപാടിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം വിദ്യാഭ്യാസം അങ്ങനത്തെ, കാരണം മറ്റുള്ളവരെയൊക്കെ തോൽപ്പിക്കണമെന്നുള്ളൊരു ഭാഗത്താണ്. നീ ഒന്നാമനാകണം. അങ്ങനെ ഒന്നാമനാകണവൻ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? അവന് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ വിദൂര സ്വപ്നം മാത്രമാണ്. കാരണം സമൂഹം അങ്ങനെയുള്ള വിഷയ സർക്കിളാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇട്ടുകൊടുക്കുന്നത്. ഇനി അതിനകത്ത് നിന്നെങ്ങാനും വേറിട്ട് ആരെങ്കിലും പൊട്ടിച്ചു വന്നു കഴിഞ്ഞാൽ അവനെ നശിപ്പിക്കുന്ന ഭാഗത്ത് ഉറപ്പുവരുത്തുന്ന ഒരു കുടുംബ പശ്ചാത്തലം അവിടെ നിൽപ്പുണ്ട്. സഹോദരങ്ങളും ഭർത്താവും ഭാര്യയും അപ്പനും അമ്മയൊക്കെ കൂടി എങ്ങനെ ഇതിനകത്തു നിന്നൊക്കെ ഈ കയറൊക്കെ പൊട്ടിച്ച്
ഇവൻ തലപൊക്കി വരാമെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പ് വരുത്തും ഇവനെ എങ്ങനെയെങ്കിലും തകർക്കുന്ന ഭാഗത്ത്. അതിനെയും ഭേദിച്ചാൽ മാത്രമേ, അതിനെയും ഭേദിക്കണം. അതിനെന്ത് വേണം? നന്മ വേണം. മനസ്സിലായി? നന്മ കൊണ്ട് മാത്രമേ ഇപ്രകാരമുള്ള കുടില ചിന്താഗതിയുള്ള ആൾക്കാരുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഇവരുടെയൊക്കെ കുടില ചിന്താഗതിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നന്മ എന്ന് പറഞ്ഞ ഒരൊറ്റ ആയുധം കൊണ്ട് മാത്രമേ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റത്തുള്ളൂ. നിൽക്കണം. കാരണം അവരുടെയും കൂടി രക്ഷയാണ്. നമ്മളെ എതിർക്കുന്ന, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. അവർ നശിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത് വരത്തുള്ളൂ. മനസ്സിലായ? നമ്മളെ നശിപ്പിക്കാൻ, നമ്മളെ തകർക്കാനായിട്ട് നമ്മളെ പുച്ഛിക്കുകയും കളിയാക്കുകയും ആക്ഷേപിക്കുന്നവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ കൂടി സാന്നിധ്യം നമ്മൾക്ക് അനുകൂലമായിട്ട് മാറുന്നൊരു ഭാഗമുണ്ട്. നമ്മളെ തിരിച്ചറിയുമ്പോൾ, സത്യസന്ധമായിട്ട് നമ്മൾ തുടരുമ്പോൾ, ഈ പറയുന്ന നമ്മൾ എതിർക്കുന്ന ആൾക്കാർ പോലും നമുക്ക് അനുകൂലമായിട്ട്, അവർ പോലും അറിയാതെ നമുക്ക് അനുകൂലത സൃഷ്ടിക്കുന്നൊരു ഭാഗമുണ്ട്. അവരറിയുന്നില്ല അത് ശരിയാണെങ്കിൽ. പക്ഷേ അത് നാളെ സത്യത്തിലോട്ട് എത്തുമ്പോൾ, ഇപ്പോൾ അത് ശരിയാണ്, പക്ഷേ നാളെ സത്യത്തിലോട്ട് എത്തുമ്പോഴേ അവരറിയത്തുള്ളൂ. അവരുടെ ശരിയിലുള്ള തെറ്റുകൾ അവർ തന്നെത്താൻ തിരുത്താനുള്ള അവസരങ്ങൾ അവരിലോട്ട് തന്നെത്താൻ ഉണർന്നു വരും. അപ്പോൾ നമ്മളെ ഇന്ന് എതിർക്കുന്നവരെ നമ്മൾ വെറുതെ കണ്ണും പൂട്ടി നമ്മളവരുടെ മുമ്പിൽ നിന്നൊന്ന് മാറിപ്പോയാൽ മതി. അവരുടെ മുമ്പിൽ നിന്ന്, അവരുടെ സാന്നിധ്യത്തിൽ നിന്ന് മാറിക്കൊടുത്താൽ മതി. എന്നിട്ട് അവർ തന്നെത്താൻ തിരിച്ചറിയാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭ്യമായിക്കോളും. അവരുടെ സാന്നിധ്യത്തിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറിയേക്കണം. മനസ്സിലായി? അതിന് വലിയ അധികം നാളൊന്നും വേണ്ടി വരികയില്ല. അവരുടെ മുമ്പിൽ നിന്ന് നമ്മളൊന്ന് മാറി അവരുടെ പ്രത്യക്ഷത്തിൽ പെടാതെ ഒന്ന് നടന്നു കഴിയുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അവർ സ്വയം പരിശോധിക്കാൻ തുടങ്ങും. അത് അവരുടെ പ്രത്യക്ഷത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ തന്നെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങും. അവരുടെ കൺമുമ്പിൽ പെടാതിരിക്കുക. അത് അവരുടെ കൺമുമ്പിൽ പെടാതിരിക്കുക, സാവകാശം മാറിപ്പോവുക. കാരണം നമ്മുടെ വളർച്ച ഒരിക്കലും അവർക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം അവരിൽ തകർച്ചയാണുള്ളത്. തകരുന്നവൻ ഒരിക്കലും ഒരു വ്യക്തി ജീവിക്കുന്ന ഭാഗം കാണത്തില്ല. ജീവിക്കുന്ന ഭാഗം കാണുന്നവർ ജീവിക്കുന്ന ഭാഗമേ എല്ലായ്പ്പോഴും കാണത്തുള്ളൂ. അപ്പം നമ്മുടെ സാമൂഹ്യ സമ്പ്രദായത്തിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ പെട്ടുകിടക്കുന്ന ചില സ്ഥാനങ്ങളുണ്ടാകും. അവിടെ നമുക്ക് മാറാനുള്ള അധികാരവും അവകാശവും സത്യത്തിൽ നടക്കുമ്പോൾ ലഭ്യമായിക്കോളും. സത്യത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ പെട്ടുകിടക്കുന്നിടത്തു നിന്ന് നമ്മൾ കരകയറും. ഇനി യാതൊരു സംശയവും വേണ്ട. സത്യസന്ധനായിരിക്കണം. എന്നാൽ മാത്രമേ അങ്ങനെ ഒരു വലിയൊരു ആനുകൂല്യം നമുക്ക് ഈ പ്രപഞ്ചം തരത്തുള്ളൂ. അത് പ്രപഞ്ചത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ്. മറ്റുള്ളവർ ഒരാരുടെയും വാഗ്ദാനമല്ലത്. ഞാൻ നിന്നെ രക്ഷിച്ചേക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷകനാകത്തില്ല, അത് നമ്മുടെ കാലനേ ആകത്തുള്ളൂ. എന്നുവെച്ചാൽ ഒരു സംശയം വേണ്ട. രക്ഷിച്ചേക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് കാലനാണ്. കാലൻ്റെ വേഷം അങ്ങനെ ഇരിക്കും വരുന്നത്. മനസ്സിലായി? കാരണം രക്ഷകനെന്നും പറഞ്ഞ ഒരാൾ വരാനില്ല. മനസ്സിലായി? പ്രപഞ്ചമാണ് നമ്മുടെ രക്ഷ ഒരുക്കി തരുന്നത്. രക്ഷകനെന്നും പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് കഷ്ടപ്പാടായിരിക്കും. രക്ഷകന് പോലും രക്ഷയുണ്ടാകാത്തത് വലിയ അധികം താമസിയാതെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ രക്ഷിക്കാമെന്നും പറഞ്ഞ് വരുന്നവൻ്റെ കഷ്ടപ്പാട് നമുക്ക് വലിയ താമസമില്ലാണ്ട് കാണാൻ പറ്റും. അതുകൊണ്ട് രക്ഷകനെന്നും പറഞ്ഞ് വരുന്ന ആളെ നമ്മൾ തൊടണ്ട. കാരണം അങ്ങനെ ഒരു രക്ഷകനില്ല. നമ്മൾക്ക് ബോധമാണ് നമ്മുടെ ശരിക്കുമുള്ള രക്ഷ. അപ്പോൾ ബോധത്തെ പ്രാപിക്കണമെന്നെങ്കിൽ സത്യത്തിൽ നിൽക്കണം. അതേ ഉള്ളു വഴി. മനസ്സിലായി? വഴി ഭയങ്കര രസമാണ്. വഴി വളരെ ക്ലിയറാണ്. മനസ്സിലായി? പെട്ടിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാൻ സത്യസന്ധതയാണ് ആയുധം. എടുത്താൽ അതൊരു സൂപ്പർ എടുപ്പാണ്.